ദി ഹങ്കർ ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് പൂരിയുടെ കൂടെ കഴിക്കാനുള്ള ഒരു ഉരുളക്കിഴങ്ങ് മസാല, അതും നല്ല കളർഫുള്ളായിട്ടുള്ള ഉരുളക്കിഴങ്ങ് മസാലയുടെ റെസിപ്പിയാണ്. ഞാനിവിടെ 4 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഒരു കുക്കർ നമ്മൾ എടുത്ത് വെക്കുകയാണ്. അതിലേക്ക് നമ്മളുടെ ഉരുളക്കിഴങ്ങുകളുടെ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുകയാണ്. അതിനുശേഷം കല്ലുപ്പാണ് ഞാൻ ഇടാറ്. കല്ലുപ്പ് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ പൊടിയപ്പനേക്കാളും. അപ്പോൾ പൊടിയപ്പാണെങ്കിൽ പൊടിയപ്പായിട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാറുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഉരുളക്കിഴങ്ങ് ഒരു സ്പൂൺ വെച്ചിട്ട് ഉടച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്ന സ്മാഷായി കിട്ടുന്ന രീതിയിൽ വേണം വേവിച്ചെടുക്കാനായിട്ട്. ഈ ഒരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കുക. ഞാനിവിടെ എല്ലാം വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നതെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലാണെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് അവ ചേർത്തിട്ട് ഒന്ന് പൊട്ടിക്കുക. അതിനുശേഷം ഒരു 3 വറ്റൽമുളക് ഇതേപോലെ നടുവേ കയറിയിട്ട് ഇടുക. അതിലേക്ക് ഒരു 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു വലിയ സബോള നീളത്തിലരിഞ്ഞതും ഒരു 6 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി സബോളയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഉരുളക്കിഴങ്ങിൽ നല്ലോണം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇത് സബോള നന്നായിട്ടൊന്ന് വെന്ത് വരണം. ബ്രൗൺ കളർ ആവുമോ അങ്ങനെയൊന്നും വേണ്ട. ജസ്റ്റ് നമ്മുടെ സബോളയുടെ പച്ചമണമൊക്കെ മാറിയിട്ട് ഒന്ന് വെന്ത് വരണം. ഇനി ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർക്കാം. ക്യാരറ്റൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അധികം നേരം നമ്മൾ മൂടി വയ്ക്കുക കാര്യങ്ങളൊന്നും വേണ്ട. ആ എണ്ണയിൽ കിടന്നിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് ഫ്രോസൺ ഗ്രീൻ ബീൻസ് ആണ് ഞാൻ ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, ഇതുണ്ടെങ്കിൽ ചേർത്താൽ മതി. കാരണം ഫ്രോസൺ ഗ്രീൻ ബീൻസ് ആണെങ്കിൽ നേരത്തെ ക്യാരറ്റിൻ്റെ കൂട്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണിത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ബീൻസ് വേവിച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കട്ടാം. ഇനി വേവിച്ച് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുളക്കിഴങ്ങ് മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കണം. ക്യാരറ്റും ഗ്രീൻ ബീൻസും ഒന്നും ഉടഞ്ഞു പോയെടുത്തിട്ടാം. നമ്മൾ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴേക്കും ഉടയുന്ന രീതിയിൽ വേണം നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ച് കിട്ടാനായിട്ട്. ഇത് കുക്കറിൽ തന്നെ അടിക്കണമെന്നില്ല. നമ്മൾ വേറൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചാലും മതി. അപ്പോൾ ഇതിൻ്റെ എല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനിയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ട്രിക്ക്. ഒരു 1/4 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഈ പാൽ ഒഴിച്ച് കിട്ടുമ്പോൾ നമുക്കൊരു നെയ്യിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് പോലെ കിട്ടും. അതുകൊണ്ടാണ് ഇത് അതിനകത്ത് ഒഴിക്കുന്നത്. എന്നിട്ട് ഞാൻ ഈ കുക്കറിൽ കുറച്ച് വെള്ളം വേവിച്ചതിൻ്റെ വെള്ളം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു നല്ല നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതേപോലെ എടുക്കാം. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ ഒരു തിക്കായിട്ടുള്ള രീതിയിലാണ് കിട്ടുക. അത് ആ ഒരു പരുവത്തിലാവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം 2 നുള്ള് ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില ട്രിക്കുകൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ട്രിക്കുകൾ നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ അത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അതേപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.